പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ HRM BA in HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ 3rd സെമസ്റ്ററിലെ കോൺസെപ്റ്റ് ഓഫ് ലേബർ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ മൊഡ്യൂളിൻ്റെ പേര് തന്നെ കോൺസെപ്റ്റ് ഓഫ് ലേബർ വെൽഫെയർ എന്ന ക്ഷേമം എന്ന കോൺസെപ്റ്റ്, അതേപോലെ തന്നെ സാമൂഹിക സുരക്ഷിതത്വം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിൽ ക്ഷേമവും സാമൂഹിക സുരക്ഷയും, ഇതാണ് നമ്മളുടെ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് എന്താണ് ലേബർ വെൽഫെയർ, എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആദ്യമായി നമുക്ക് ലേബർ വെൽഫെയറിനെ നോക്കാം. വാട്ട് ഈസ് ലേബർ വെൽഫെയർ? Labor welfare refers to service, benefits and facilities provided by employers or the government to improve workers' working and living conditions. തൊഴിലാളികളുടെ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ജീവിത രീതികൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ തൊഴിൽ ദാതാവ് നമുക്ക് പറയാം, അവർ നൽകുന്ന ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ, ഉപകാരങ്ങൾ, സേവനങ്ങൾ, ഇവക്കാണ് ലേബർ വെൽഫെയർ, അതായത് തൊഴിൽ ക്ഷേമം എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേബർ വെൽഫെയർ. ലേബർ വെൽഫെയർ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, എന്തിനാണ് ഈ ലേബർ ക്ഷേമം അല്ലെങ്കിൽ തൊഴിൽ ക്ഷേമം അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ക്ഷേമം വരുത്തണം, അവർക്ക് ഉപകാരങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ടു ഇംപ്രൂവ് വർക്കിംഗ് കണ്ടീഷൻസ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുക. സെക്കൻഡ്ലി, മിനിമൈസ് ഒക്കുപേഷണൽ റിസ്ക്സ്, തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, റിസ്ക്കുകളൊക്കെ മിനിമൈസ് ചെയ്യുക, മാക്സിമം കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ അവിടെ അസാഡസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന അവസ്ഥകൾ, അതൊക്കെ കുറച്ച് കൊണ്ടുവരിക. തേർഡ് വൺ, പ്രൊവൈഡ് ഫെസിലിറ്റീസ്, ധാരാളം ഫെസിലിറ്റീസ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കാലിക്കറ്റിൽ ഇപ്പോൾ സൈബർ പാർക്കുണ്ട്. സൈബർ പാർക്കുകളിൽ ടൗണിൽ നിന്ന് എത്രയോ അകലത്ത് ഒരു ഇട്ടാവട്ടത്തിൽ ഉണ്ടാക്കിയൊരു ഇതാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് മാർക്കറ്റിലേക്ക് വരാൻ, ഇങ്ങനത്തെ ഒരു അങ്ങാടിയിലേക്കൊന്നും വരണ്ട, അവിടെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ ക്യാൻറ്റീൻസ്, റെസ്റ്റ് റൂംസ്. അപ്പോൾ അവനവൻ്റെ വീട് അവിടെ ഇല്ല, അവർ രാവിലെ കാലത്ത് എത്തുകയാണ്, അവർ തൊഴിൽ കഴിഞ്ഞു കുറച്ച് ക്ഷീണിച്ചാൽ അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റെസ്റ്റ് റൂംസ്, ഇങ്ങനെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുക. ഫോർത്ത് വൺ, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി, ഈ വർക്കുകളുടെ പ്രൊഡക്ടിവിറ്റി. നേരത്തെ നമുക്ക് ഒരു 5 ടൺ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഒന്നുകൂടി അതിലപ്പുറം പ്രൊഡക്റ്റീവായിട്ട് ഈ സൊസൈറ്റിയെ അല്ലെങ്കിൽ ഈ വർക്കിംഗ് ടീമിനെ മാറ്റുക, അവരെ എഫിഷ്യൻ്റ് ആക്കുക, അതിലൊക്കെ കാപ്പബിൾ ആക്കി മാറ്റുക. റെഡ്യൂസ് ആബ്സെൻറ്റീസം ആൻഡ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ 2 നിലക്ക് പറയാം. റെഡ്യൂസ് ആബ്സെൻറ്റീസം എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ആവുക എന്നുള്ളത്, ഒരു തൊഴിലാളി ഇന്ന് വന്നു, നാളെ മുതൽ മൂപ്പര് കമ്പനിക്ക് വരുന്നില്ല, അങ്ങനത്തെ അവസ്ഥ നമ്മൾ മാറ്റുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആബ്സെൻറ്റീസം, ആബ്സെൻ്റ് ആവുക എന്നുള്ള അവസ്ഥ ഒഴിവാക്കുക. ടേൺ ഓവറും ഒഴിവാക്കുക. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 2 നിലക്കുണ്ട്. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൊണ്ടിരുന്നത്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പൊതുവെ 2 സംഗതികൾ പറയാനുണ്ട്. ഒരു ടേൺ ഓവർ എന്തിനു പറയും, നമ്മളുടെ കമ്പനിയുടെ വാർഷിക ടേൺ ഓവർ ഇത്രയാണ് എന്നാൽ അത് വാർഷിക വരുമാനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല, ഒരു കമ്പനിയുടെ റിട്ടൻഷൻ എന്ന് പറയും. റിട്ടൻഷൻ നമ്മൾ HR ഉപയോഗിക്കുന്ന ഒരു പദം റിട്ടൻഷൻ, നിങ്ങൾ ഇൻഷാല്ലാ പഠിക്കും. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും ആ കമ്പനിയിൽ ഇത്ര തൊഴിലാളികൾ ബാക്കി നിന്നു എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പോസിറ്റീവാണ് കാണിക്കുന്നത് കേട്ടോ, ഉഷാറാണ് കാണിക്കുന്നത്. അപ്പോൾ ടേൺ ഓവർ, അപ്പോൾ ആ എംപ്ലോയീസൊക്കെ ബാക്കി നിൽക്കുക എന്നുള്ളതിന് ആ അവസ്ഥ അത് ചുരുക്കി കൊണ്ടുവരിക, കൂടുതൽ ആൾക്കാർ പോവുക എന്നുള്ള അവസ്ഥ ചുരുക്കി കൊണ്ടുവരിക. സ്ട്രെങ്തൻ എംപ്ലോയി റിലേഷൻസ്, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ തൊഴിൽ ദാതാവും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. റെഡ്യൂസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, നമ്മളെ ഇൻഡസ്ട്രിപരമായ നമ്മളുടെ ഈ തൊഴിൽപരമായ കച്ചറകൾ, തർക്കങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുക. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി, സാമൂഹിക നീതി അവിടെ വരുത്തണം. ആ ഇക്വിറ്റിയും അത് തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എൻഷുർ പിന്നീട് നമ്മൾ പറയുന്നത്
എൻഷുർ ഫെയർ ട്രീറ്റ്മെൻറ്റ്, നല്ല ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെയുള്ള കൊളീഗ്സ് തമ്മിൽ പരസ്പരം നല്ല ബന്ധമാണ്, അവിടുത്തെ സബോർഡിനേറ്റ്സ് തമ്മിൽ നല്ല ബന്ധമാണ്, അവിടുത്തെ സുപ്പീരിയറും സബോർഡിനേറ്റ്സും എല്ലാവരും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക, നല്ല ഫെയർ ആയ ട്രീറ്റ്മെൻറ്റ്. അവിടെ നമ്മൾ ക്യാൻറ്റീനിൽ പോകുമ്പോൾ അവർ നല്ല ബന്ധം, ഇവിടെ അവരുടെ മാനേജറും ഡയറക്റ്റ് മാനേജറും അവരുടെ താഴെയുള്ള എംപ്ലോയിയും തമ്മിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, ഉറപ്പിക്കുക, ഫെയർ ട്രീറ്റ്മെൻറ്റ് ഉറപ്പിക്കുക. 10th വൺ, ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്. ലിവിങ് സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്തുക. അപ്പോൾ ഈ നമ്മളുടെ കമ്പനിയിൽ ജോലി ചെയ്തു, അപ്പോൾ നേരത്തെ ഒരു സൈക്കിളുള്ള ആൾ അയാൾ ക്രമേണ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങുന്നതിലേക്ക്, ആ മോട്ടോർ സൈക്കിളുള്ള ആൾ ക്രമേണ നമ്മളെ കമ്പനിയിൽ വന്ന് മെച്ചപ്പെട്ട് അവരൊരു കാറ് വാങ്ങുന്ന അവസ്ഥയിലേക്ക്. എനിവേ, ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അവരുടെ ജീവിത സ്റ്റാൻഡേർഡുകൾ മെച്ചപ്പെടുത്തുക. 11th വൺ, എൻഷുർ വർക്കേഴ്സ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്. നമ്മളുടെ തൊഴിലാളികളുടെ ശാരീരികപരമായ മാനസികപരമായ അവരുടെ ഗുണങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ചില കമ്പനിയിൽ ജോലിക്ക് പോയാൽ അവർക്ക് ആകെ ടെൻഷനും ഡിപ്രഷനും ആയിട്ട് ആകെ തകർന്നു പോകും. അങ്ങനെ ആവരുത്, അവരുടെ മാനസികാവസ്ഥ ഉയർത്തണം. അതേപോലെ തന്നെ ഫിസിക്കൽ വെൽബീയിങ്ങും ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ലേബർ വെൽഫെയറിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് ചെന്ന് നോക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലേബർ വെൽഫെയറിൻ്റെ ചരിത്രപരമായ ഡെവലപ്മെൻറ്റുകൾ, പുരോഗതികൾ. അപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണ്. പ്രീ ഇൻഡസ്ട്രിയൽ ഇറ, നമ്മളുടെ ഇൻഡസ്ട്രിയുടെ മുന്നേയുള്ള അവസ്ഥ, അവിടെ തീർച്ചയായിട്ടും ഇവിടെ ലേബർ വെൽഫെയർ വെരി ഫോർമൽ ആയിരുന്നില്ല. അനൗദ്യോഗികപരമായിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്യൂഡൽ സിസ്റ്റം ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള സംഗതികളായിരുന്നു. അപ്പം കാര്യമായിട്ട് അവിടെ ഒരു ഫോർമലായിട്ട് ഔദ്യോഗികപരമായിട്ട് ഒഫീഷ്യലായിട്ട് അങ്ങനെ വെൽഫെയർ ഇങ്ങനെ വേണം, ഇത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇത്ര ബാത്റൂം വേണം, അവിടെ ഇത്ര ക്യാൻറ്റീന് വേണം, അവിടെ ഇത്ര പേർക്ക് ഇരുന്ന് ഭക്ഷിക്കാനുള്ള സൗകര്യം വേണം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ഇൻഫോർമൽ എന്ന് പറഞ്ഞത്. പിന്നീട് നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയമാണ് നോക്കുന്നത്. ആ സമയത്ത് മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബേഴ്സ്, തൊഴിലാളികളെ കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. വളരെ പൂർ കണ്ടീഷൻസ് ആയിരുന്നു. റൈസ് ഓഫ് ട്രേഡ് യൂണിയൻസ്, അങ്ങനെ അവിടെയാണ് ട്രേഡ് യൂണിയനുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉയർന്നു വരാൻ തുടങ്ങിയത്. പിന്നീട് നമുക്ക് 20th സെഞ്ച്വറിയുടെ ഏർലി പീരീഡ് നോക്കാം. അതായത് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെയാണ് ലേബർ പാർട്ടീസ് വരാൻ തുടങ്ങി, തൊഴിലാളി യൂണിയനുകൾ വരാൻ തുടങ്ങി. അയ്യല്ലോ 1919 വന്ന ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, ഇവരൊക്കെ തൊഴിലാളികൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ ലെവലിൽ സ്ഥാപിതമായി. പിന്നീട് നമുക്ക് നോക്കുമ്പോൾ സെക്കൻഡ് വേൾഡ് വാർ, അതാണ് WW സെക്കൻഡ് മീൻസ് വേൾഡ് വാർ സെക്കൻഡ് പോസ്റ്റ്. അതിനുശേഷമുള്ള പീരീഡിൽ ലേബേഴ്സിന് കുറേ ബെനിഫിറ്റ്സ് കൊണ്ടുവരാൻ തുടങ്ങി, പെൻഷനുകൾ കൊണ്ടുവരാൻ തുടങ്ങി, ഹെൽത്ത് ആക്ട്സുകൾ, ഹെൽത്ത് കാർഡ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ 5ാമത്തെ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ അധുനാധുനിക യുഗം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. എവിടെയും പ്രശ്നങ്ങളുണ്ട് ലേബേഴ്സിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു സൈബർ യുഗത്തിലൂടെ മീഡിയ ഉപയോഗിച്ച് നമുക്ക് മൊത്തത്തിൽ ഇടപെടാൻ പറ്റും. സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഗവൺമെൻറ് തന്നെ ഈ വിഷയങ്ങളിൽ PF വേണം, അങ്ങനെ കുറേ കാര്യം. പ്രൊവിഡൻസ് ഫണ്ട് അല്ലേ, ജോലിക്കാരനുള്ള പ്രൊവിഡൻസ് ഫണ്ട് ഗവൺമെൻറ് കുറച്ച് കൊടുക്കണം, എംപ്ലോയി കുറച്ച് കൊടുക്കണം. അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് പൈസ കിട്ടണം. ഇങ്ങനെയുള്ള കുറേ സംഗതികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ തുടങ്ങി. ഇതാണ് നമുക്ക് ലേബർ തൊഴിൽ ക്ഷേമങ്ങളെക്കുറിച്ച്, തൊഴിലാളികളുടെ ക്ഷേമങ്ങളെക്കുറിച്ച്, ചരിത്രപരമായ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ്. ഇനി നമ്മൾ ലേബർ വെൽഫെയറിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കുകയാണ്. ലേബർ വെൽഫെയറിൻ്റെ സ്കോപ്പ് നോക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കില്ല ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സംഗതികളാണ്. വർക്ക് പ്ലേസ് ഫെസിലിറ്റീസ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ തന്നെയുള്ള ഫെസിലിറ്റീസ്, അവിടെ സേഫ്റ്റി, പെട്ടെന്ന് ഒരാളെ പെട്ടെന്നൊരു വൗണ്ട് ഉണ്ടായി, ഒരു മുറിവ് സംഭവിച്ചു, അപ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റി. അല്ലെങ്കിൽ അവിടെ അയാൾ വലിയൊരു ഹോൾസിൽ ഇറങ്ങാനുള്ളതാണ്, അവർക്ക് വേണ്ട മാസ്കുകൾ, അവർക്ക് വേണ്ട ഹെൽമെറ്റുകൾ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയാണ്, അവിടെ അയാൾ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിക്കണം, അവർക്ക് മറ്റു ഡ്രസ്സുകൾ, സേഫ്റ്റി ഷൂകൾ, സംഗതികൾ കൊടുക്കും. അതാണ് നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് സേഫ്റ്റി റിലേറ്റഡ് വാട്ട് എവർ തിങ്സ്
It should be provided from in workplace itself. Workplace എന്ന് തന്നെ ഇങ്ങനെയൊക്കെ അവർക്ക് ആവശ്യമുള്ള എല്ലാവിധ ഫെസിലിറ്റീസും കൊടുക്കും. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ ക്യാൻറ്റീൻസ്, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, സാധനങ്ങൾ, അവർക്ക് വേണ്ട സ്നാക്സ്, ഇത്രയും ദൂരം വീട്ടിൽ പോയിട്ട് ഇനി അവർക്ക് ഉച്ച ലഞ്ച് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ്, പെട്ടെന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് എക്സ്ട്രാ മ്യൂറൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻട്രൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ഹൗസിങ്. അപ്പോൾ അവനുണ്ടെങ്കിൽ അവർക്ക് മക്കൾക്ക് വൈഫിന് താമസിക്കാനുള്ള ഹൗസിങ്, പിന്നെ അവർക്ക് താമസം കൊടുക്കണം. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, മക്കൾക്കുള്ള വിദ്യാഭ്യാസം. അതേപോലെ തന്നെ റിക്രിയേഷൻ. അവരിപ്പോൾ തിരുവനന്തപുരത്തുകാരെ നമ്മളിവിടെ റിക്രൂട്ട് ചെയ്ത് നമ്മളിവിടെ കോഴിക്കോട് സൈബർ പാർക്കിൽ നമ്മൾ വെച്ചു, അല്ലെങ്കിൽ ഹൈദരാബാദ് അവരെ ഡൽഹിയിൽ നിന്നുള്ളവർ. അപ്പോൾ അവർക്ക് സൺഡേയിൽ സാറ്റർഡേസിൽ റിക്രിയേഷൻ, അവർക്ക് കുട്ടികളെ മക്കളായിട്ട് കളിക്കുവാൻ വിനോദത്തിലേക്കുള്ള അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് പിന്നെ എക്സ്ട്രാ മ്യൂറൽ ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞാൽ ലീഗലി എന്തും നമ്മൾ ഇനി വരും സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലീഗലി മാൻഡേറ്റഡ് വെൽഫെയർ, നിയമപരമായി നിയമസാധുതയുള്ള വെൽഫെയർ നിർബന്ധമായും കൊടുത്തോളണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്തിരി ആൾക്കാർ താമസിക്കണം, അവിടെ ഇത്ര ബാത്റൂം മിനിമം കൊടുക്കണം, നിയമമാണ് അത്. നമ്മളുടെ പിന്നെ ആ കമ്പനിക്ക് എംപ്ലോയർ നിങ്ങൾക്ക് നൽകുന്ന ഔദാര്യമല്ല. ഇറ്റ് ഈസ് യുവർ റൈറ്റ്, ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ലേബേഴ്സ്. അവിടുത്തെ തൊഴിലാളികളുടെ, അവിടുത്തെ വർക്കേഴ്സിൻ്റെ അവരുടെ റൈറ്റാണത്. ഇറ്റ് ഈസ് മാൻഡേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ലീഗലി മാൻഡേറ്റഡ് ആണത്, നിയമപരമായിട്ട് അതിന് സാധുത ഉള്ളതാണ്. ആണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ. പിന്നെ വോളണ്ടറി പറഞ്ഞാൽ നമ്മൾ സ്വയം സേവക സന്നദ്ധർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ സ്വയം സേവകമായിട്ട് അത് ഒന്നുകിൽ കമ്പനി ആയിരിക്കും, എംപ്ലോയർ ഇനീഷ്യേറ്റഡ് ആയിരിക്കും. മീൻസ് ഇപ്പോൾ നമ്മളെ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ പെരുന്നാളിന്, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസിന്, ഓണത്തിന്, പിന്നെ ഡ്രസ്സിനുള്ള ഫാമിലിക്ക് ഡ്രസ്സിനൊക്കെ നമ്മൾ 5000 രൂപ കൊടുക്കും ഫോർ എക്സാമ്പിൾ. there is no legal requirement. അവിടെ നിയമപരമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം വരെ കിട്ടിയിരുന്നു, ഈ കൊല്ലം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് എടുത്ത് പോയാൽ വല്ലതും ആവുമോ? ഇല്ല. അത് എംപ്ലോയർ ഇനീഷ്യേറ്റഡ് ആണ്, എംപ്ലോയർ സ്വന്തമായിട്ട് കൊടുക്കുന്നത്. ചില കമ്പനികൾ സക്കാത്ത് കൊടുക്കാറുണ്ട്, ചില കമ്പനികൾ പിന്നെ അങ്ങനെയുള്ള ഓണത്തിനും പിന്നെ ക്രിസ്മസ്, പെരുന്നാൾ ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ ഓരോന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതും ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇയർലി ടേൺ ഓവർ കിട്ടുമ്പോൾ പ്രോഫിറ്റ് ഇത്ര പെർസെൻറ്റേജ് ആകുമ്പോൾ തങ്ങളുടെ എംപ്ലോയീസിന് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം. അതാണ് വോളണ്ടറി. എനിവേ സ്കോപ്പ് ഓഫ് ലേബർ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ലേബർ വെൽഫെയർ. ഏതെല്ലാം തരത്തിലുള്ള പിന്നെ തൊഴിലാളി ക്ഷേമങ്ങൾ, തൊഴിൽ ക്ഷേമങ്ങൾ. ഒന്ന് നമ്മൾ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി, നേരത്തെ കടന്നു വന്ന സാധനമാണ് സ്റ്റാറ്റ്യൂട്ടറി. സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞാൽ ലീഗലി മാൻഡേറ്റഡ്, നിയമപരമായിട്ട് അതിലേക്ക് സാധ്യതയുള്ളതാണ്. ഉദാഹരണത്തിന് PF, പ്രൊവിഡൻറ്റ് ഫണ്ട്, അത് നിർബന്ധമായും ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി കേട്ടാൽ നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ്, 1% സപ്പോസ് ഗവൺമെൻറ്റും ആ എംപ്ലോയറും അത്ര പെർസെൻറ്റേജ് അക്കൗണ്ടിലേക്ക് ഇട്ടോളണം. എന്നിട്ട് നിങ്ങൾ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ റിട്ടയറിൻ്റെ സമയത്ത് അത് ഒന്നായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അത് വലിയൊരു എമൗണ്ട് ആവും. അപ്പോൾ നിങ്ങളുടെ ഒരു വെൽഫെയറിന് വേണ്ടി ചെയ്യുന്നതാണത്. ദാറ്റ് ഈസ് PF. ESI എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. അതായത് ഓരോ എംപ്ലോയിക്കും സ്റ്റേറ്റ് കുറച്ച് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് കേട്ടോ. അതാണ് ESI എന്ന് പറഞ്ഞാൽ. അതേപോലെ മെറ്റേണിറ്റി ബെനഫിറ്റ്സ്. ഒരു സ്ത്രീ ഒരു കമ്പനിയിലുണ്ട്, അവർ പ്രസവിക്കുന്ന സമയത്ത് അവരുടെ സാലറിയുടെ കാര്യങ്ങൾ അവർ ഫുള്ള് കട്ടാക്കില്ല. അങ്ങനെ കുറേ ബെനഫിറ്റ്സ് ഉണ്ട്. അവർക്ക് ഇത്ര ലീവ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേബിളിന് നല്ല പ്രശ്നമുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഫസ്റ്റ് പറഞ്ഞു. ടൈപ്സ് ഓഫ് ലേബർ വെൽഫെയർ പറയുകയാണ്. ലേബർ വെൽഫെയറിൻ്റെ ടൈപ്സ്, ഐറ്റംസ്, ഇനങ്ങൾ. സെക്കൻഡ് വൺ വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷൻ, ക്യാൻറ്റീന്, സ്പോർട്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ വോളണ്ടറി. പിന്നെ സ്വന്തം സേവനമായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ തന്നെ മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ മാനേജ്ഡ് സ്കീംസാണ് ഉദ്ദേശിക്കുന്നത്. ട്രേഡ് യൂണിയൻ തന്നെ ഇടപെട്ടിട്ടുള്ള, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടിട്ടുള്ള മ്യൂച്വലായിട്ട് ചെയ്യുന്ന സ്കീമുകളാണ്. പിന്നെ ഇൻട്രാ മ്യൂറൽ ഹൈജീന്, പിന്നെ അതേപോലെ തന്നെ ക്രച്ചസ്, വെൻറ്റിലേഷന്, ഇങ്ങനെയുള്ള സംഗതികൾ ഇൻട്രാ മ്യൂറലാണ്. പിന്നെ എക്സ്ട്രാ മ്യൂറൽ ഹൗസിംഗ്, മെഡിക്കൽ ക്യാമ്പ്സ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു.
പിന്നെ സാമൂഹികപരമായിട്ട് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് പെൻഷൻ, വൃദ്ധജന പെൻഷനുകൾ, ഇങ്ങനത്തെ സംഗതികളൊക്കെയാണ് എന്ത് സോഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ലേബർ വെൽഫെയറിൽ നമുക്ക് എണ്ണാനുള്ളത്. ഇനി ലേബർ വെൽഫെയറിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ലേബർ വെൽഫെയർ. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലേബർ വെൽഫെയർ ആണ് പറയുന്നത്. ലേബർ വെൽഫെയറിൻ്റെ തത്വങ്ങൾ. ഒന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്വം അല്ലേ. ലേബർ വെൽഫെയർ നമുക്കൊക്കെ സാമൂഹികമായി ചെയ്തു കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. എഫിഷ്യൻ്റ് ആയിരിക്കണം. ഡെമോക്രാറ്റിക് വാല്യൂസ് കീപ്പ് ചെയ്യണം. യൂണിവേഴ്സാലിറ്റി എല്ലായിടത്തുള്ളതാണ്. ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തും ഈ സംഭവം ഉണ്ടാവും. കോപ്പറേഷൻ വേണം അല്ലേ. അഡീക്വൻ്റ് ആവണം. ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യനെ ബഹുമാനിക്കുക, അവൻ്റെ മഹത്വവൽക്കരിക്കുക. ഇൻറ്റിഗ്രേഷൻ ആയിരിക്കണം. അക്കൗണ്ടബിലിറ്റി, ഇതെല്ലാമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേബർ വെൽഫെയറിൽ പറഞ്ഞത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും 7 തിയറീസാണ് ലേബർ വെൽഫെയറിൽ നമ്മൾ പഠിക്കാനുള്ളത്. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേര് കേട്ടുകൊണ്ടിട്ട് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് വിശദീകരിക്കാം. തിയറീസ് ഓഫ് ലേബർ വെൽഫെയർ. ഫസ്റ്റ് വൺ പോലീസ് തിയറി, 2 റിലീജിയസ് തിയറി, 3 ഫിലാന്ത്രോപ്പിക് തിയറി, മറ്റത് ട്രസ്റ്റിഷിപ്പ് തിയറി, അടുത്തത് പ്ലക്കാറ്റിക് തിയറി, പബ്ലിക് റിലേഷൻസ് തിയറി, ഫങ്ഷണൽ തിയറി. ഇത്രയും 7 തിയറികളാണ്. ഓരോ നമ്മൾ എടുത്തു നോക്കുക. ഫസ്റ്റ് പോലീസ് തിയറി എന്ന് പറഞ്ഞാൽ ദ പോലീസ് തിയറി ഓഫ് ലേബർ വെൽഫെയർ posits that the government must act as a policeman. ഗവൺമെൻറ് ഒരു പോലീസ്മാനെ പോലെ എന്ത് ചെയ്യുക, എംപ്ലോയറെ പിന്നെ മിനിമം വെൽഫെയർ വർക്കേഴ്സിന് കൊടുക്കുവാൻ വേണ്ടി ഒരു പോലീസ്മാനെ പോലെ ഗവൺമെൻറ് വർത്തിക്കണം എന്നുള്ളതാണ് പോലീസ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ? ടു വർക്കേഴ്സ് ആസ് എ എംപ്ലോയർ ആർ ഇൻഹെറൻ്റലി സെൽഫിഷ് ആൻഡ് വിൽ എക്സ്പ്ലോയിറ്റ് ലേബർ വിതൗട്ട് സച്ച് എ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ. ഒരു നിലക്കും വേണ്ടതൊന്നും കൊടുക്കാതെ സാധാരണഗതിയിൽ ഈ മുതലാളിമാർ അതിൻ്റെ മുന്നിലുള്ള ആൾക്കാരെ, കമ്പനി എംപ്ലോയേഴ്സ് അവരെ മുന്നിലുള്ളവരെ ഇൻഹറൻറ്റ് ചെയ്ത് അവർക്ക് പിന്നെ ഇർസെടുത്തുകൊണ്ട് അവരൊരിക്കലും തന്നെ അവർക്ക് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യൂല, ചെയ്തു കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് അവരെ വേണ്ട വിധത്തിൽ അവരെ കൊണ്ട് പോലീസ് പണിയെടുപ്പിക്കണ പോലെ പണിയെടുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവർക്ക് വേണ്ട വെൽഫെയർ ചെയ്തു കൊടുക്കുക. ദിസ് തിയറി ആർഗ്യൂസ് ദാറ്റ് intervention through laws, regulation and the threat of punishment is necessary to prevent exploitation and ensure that all workers receive a basic standard of welfare. ഈ തിയറി വാദിക്കുന്നത് ഈ എംപ്ലോയറിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് നിയമങ്ങളാലും റെഗുലേഷനിലാലും ഭീഷണിയാലും പണിഷ്മെൻറ്റിനാലും ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇടപെട്ടാലേ ഈ തൊഴിലാളികളെ തൊഴിൽ ഉടമകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ തടയാൻ കഴിയുകയുള്ളൂ, എന്നിട്ട് അവർക്ക് ആവശ്യമായ ബേസിക് സ്റ്റാൻഡേർഡ് വെൽഫെയർ നേടിക്കൊടുക്കാൻ കഴിയൂ എന്ന് ഈ തിയറി വാദിക്കുന്നു. ഈ തിയറിക്കുള്ള കുറച്ച് പോസിറ്റീവും നെഗറ്റീവും വശങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ഇത് കാര്യങ്ങളുടെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അടുത്തത് നെക്സ്റ്റ് തിയറി, ദ റിലീജിയസ് തിയറി. എന്താണ് റിലീജിയസ് തിയറി എന്ന് പറഞ്ഞാൽ? The religious theory of labor welfare suggests that employers provide welfare facilities to workers out of religious sentiment, aiming for future spiritual emancipation in this or the afterlife, or as an atonement for past sins like exploitation. ഇത് വാദിക്കുന്നത് ഒരു മതകീയ അടിസ്ഥാനത്തിൽ എംപ്ലോയേഴ്സ് എംപ്ലോയികളെ സഹായിക്കുക. ഉദാഹരണത്തിന് എന്തിന്, ഇപ്പോൾ നന്നായിട്ട് നമ്മൾ എംപ്ലോയേഴ്സിന് വേണ്ടി സ്വതക്ക കൊടുത്താൽ, അല്ലെങ്കിൽ ഓൾക്ക് വേണ്ട ധർമ്മങ്ങൾ ചെയ്താൽ, ഓൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഇവിടെ വെച്ചോ അല്ലെങ്കിൽ ആഖിറം മീൻസ് കമ്മിങ് ലൈഫ്, അടുത്ത ജന്മത്തിലോ അടുത്ത ജീവിതത്തിലോ അവർക്ക് ഉപകാരങ്ങൾ കിട്ടും, വേണ്ട വിധ ഹൈറുകൾ അവർക്ക് ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സഹായിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ നേരത്തെ ചെയ്ത പാപം, ഉദാഹരണത്തിന് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, ഈ എംപ്ലോയീസിനെ നേരത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അതിനൊക്കെ ഒരു പകരമാകും എന്നുള്ള നിലക്കുള്ള ഒരു സംഭവമാണ്. ദിസ് പെർസ്പെക്റ്റീവ് വ്യൂസ് ഗുഡ് ഡീഡ്സ് ആസ് എ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് or a religious duty where sharing profits and acting for the working class betterment is seen as a way to gain divine forgiveness and purification from selfish or acquisitive behavior. നല്ലൊരു സ്വഭാവം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ സെൽഫിഷ്നെസ് മാറിക്കിട്ടാൻ, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ആഖിറത്തിൽ ഉപകാരം ലഭിക്കുവാൻ, അങ്ങനെ അതിനൊക്കെ വേണ്ടിയായിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, പിന്നെ ഇവരുടെ നന്മയ്ക്ക് വേണ്ടി വർക്കിംഗ് ക്ലാസിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കും. അതുപോലെ തന്നെ അവരുടെ ലാഭങ്ങൾ, ഇവർക്ക് ടേൺ ഓവർ കിട്ടുമ്പോൾ അതിലുള്ള ലാഭങ്ങളൊക്കെ എന്ത് ചെയ്യും,
അടുത്ത ഈ എംപ്ലോയീസിന് ഇവരെന്ത് ചെയ്യും, വീതിച്ചു കൊടുക്കും, ഷെയർ ചെയ്ത് കൊടുക്കും. ഇതാണ് റിലീജിയസ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫിലാന്ത്രോപ്പിക് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തിയറി ഓഫ് ലേബർ വെൽഫെയർ സ്റ്റേറ്റ്സ് ദാറ്റ് employers provide welfare facilities such as canteens and good working conditions out of a genuine love for humankind and a desire to alleviate the suffering of others. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അതിലൊക്കെ നമ്മളും ചേർന്ന് കൊള്ളുവാനും അവരുടെയൊക്കെ മനുഷ്യകുലത്തിൻ്റെ അവരോടുള്ള യഥാർത്ഥ ജെന്യൂൻ ലവ് കാരണമായിട്ട് അതിനെ തുടർന്ന് ഈ ഇവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് നന്നാക്കുവാൻ വേണ്ടി, നമ്മൾ വർക്കിംഗ് ക്ലാസ്സിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് നന്നാക്കുവാൻ വേണ്ടി ക്യാൻറ്റീന്, മറ്റ് ഫെസിലിറ്റീസ്, ഇതേപോലെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ ആഖിറത്തുനിന്ന് കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുമല്ല, പിന്നെ അടുത്ത ജന്മത്തിൽ നല്ലതായി ജനിക്കാൻ വേണ്ടിയല്ല, പിന്നെ പോലീസ് എന്തെങ്കിലും കാട്ടുമെന്ന് വിചാരിച്ച് വേജാറായി ഗവൺമെൻറ് ഓനെ പിടിക്കുന്നു വിചാരിച്ചിട്ടല്ല, മറിച്ച് എന്താണ്, എന്നെപ്പോലെ ഒരു മനുഷ്യനല്ലേ. അപ്പോൾ ആ ജെന്യൂൻ ഹ്യൂമൻ കൈൻഡ് ലവ് അതോടുകൂടെ ഒരാളെ സഹായിക്കാം. ദിസ് ആക്ട് ഓഫ് benevolence stems from a sense of compassion and social responsibility, not a legal obligation or profit motive, and emphasizes harmonious relationship within society. ഇത് ഒരിക്കലും തന്നെ പിന്നെ ഇത് സത്യത്തിൽ എന്തിൽ നിന്നുണ്ടാകുന്നതാണ്? ഒരു കമ്പാഷൻ, ഒരു കരുണ, സാമൂഹിക ഉത്തരവാദിത്വം. ഞാൻ മുതലാളിയാണ്, എനിക്കിഷ്ടംപോലെ സാമ്പത്തിക അവസ്ഥ ഉണ്ട്, അപ്പോൾ എൻ്റെ താഴെ ജീവിക്കുന്ന അവരും ഒരു മനുഷ്യരാണ് എന്നെ പോലെ, അപ്പോൾ അവരെ സഹായിക്കൽ എൻ്റെ സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്ന് കണ്ട് കരുണയിൽ നിന്നും ഒരു സാമൂഹിക ഉത്തരവാദിത്തത്തിൽ നിന്നും ആ സെൻസിൽ നിന്നും ഉണ്ടായിത്തീരുന്ന ഒരു പ്രവർത്തനമാണിത്. നോട്ട് എൻ ലീഗൽ ഒബ്ലിഗേഷൻ, ഒരിക്കലും നിയമപരമായ ഒരു തൻ്റെ ഉത്തരവാദിത്തമായിട്ടോ അല്ലെങ്കിൽ ലാഭം, ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കമ്പനിക്കാർ നന്നായി വർക്ക് ചെയ്യും, അപ്പം എൻ്റെ കമ്പനിയിൽ നല്ല പ്രോഫിറ്റബിൾ ആകും എന്ന് വിചാരിച്ചിട്ടുമല്ല. ഇത് സത്യത്തിൽ ഒരു സമാധാനപരമായ സൊസൈറ്റിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം, ബന്ധം ഉണ്ടാകുവാൻ വേണ്ടി ഉള്ള ഒരു സംഭവമാണ്. ഇതിനാണ് നമ്മൾ ഫിലാന്ത്രോപ്പിക് തിയറി എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ട്രസ്റ്റിഷിപ്പ് തിയറി എന്നാണ് പറയുന്നത്. ഇത് says that industrialists and employers hold their companies' assets, properties and profits in trust for the benefits of the workers and society, not just for their own gain. ഇത് തങ്ങളുടെ ലാഭം കൊണ്ട്, പിന്നെ തങ്ങളുടെ സ്വന്തം നേട്ടമൊന്നുമല്ല. ഞാനൊരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനിക്ക് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ലാഭം ഉണ്ടായി. ആ ലാഭം ഉണ്ടായത് എൻ്റെ നേട്ടമല്ല, എൻ്റെ എംപ്ലോയീസൊക്കെ വർക്ക് ചെയ്തപ്പോൾ അവരെ കൊണ്ട് ഉണ്ടായതാണ് എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഈ തിയറിക്കാണ് ഈ തിയറി എന്ന് പറഞ്ഞത്. ദിസ് പാറ്റേണലിസ്റ്റിക് അപ്രോച്ച് സ്ട്രോങ്ലി അഡ്വക്കേറ്റ് ബൈ മഹാത്മാഗാന്ധി, നമ്മളുടെ നാഷണൽ ഫാദറായ ഗാന്ധിജിയുടെ തിയറി കൂടിയാണ്. ദി വ്യൂസ് എംപ്ലോയേഴ്സ് ആസ് റെസ്പോൺസിബിൾ ട്രസ്റ്റേഴ്സ്. എംപ്ലോയേഴ്സ് പിന്നെ ആരാണ്? എംപ്ലോയേഴ്സ് അവർ യഥാർത്ഥ റെസ്പോൺസിബിൾ ട്രസ്റ്റീസാണ്. നമുക്ക് തൊഴിൽ ദാതാവ് അവർ ഉത്തരവാദിത്തപ്പെട്ട നമ്മളുടെ വിശ്വസ്തരാണ്, ഓർ ഗാർഡിയൻസ് who should use their wealth to support the well-being of the employees. തങ്ങളുടെ എംപ്ലോയികളുടെ വെൽബീയിങ്ങിന് സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് അവരുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നത്. മച്ച് ലൈക്ക് എ ബിഗ് ബ്രദർ എൽഡർലി ഫാമിലി മെമ്പർ ലുക്കിംഗ് ഔട്ട് ഫോർ അതേഴ്സ്. ഒരു ഫാമിലി എൽഡർ, നമ്മളുടെ ഒരു ഇക്കാക്കമാർ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാർ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെയുള്ള നമ്മളുടെ ഗാർഡിയൻസ് താഴെയുള്ളവരെ എങ്ങനെ നോക്കുന്നുവോ അതുപോലെ നമ്മളെ നോക്കാൻ വേണ്ടി, നമ്മളെ വേണ്ട വിധത്തിൽ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടി, പരിചരിക്കുവാൻ വേണ്ടി നമ്മളുടെ ഗാർഡിയൻസ് എങ്ങനെയാണോ അതേപോലെ എംപ്ലോയികളെ കൈകാര്യം ചെയ്യണം എന്നാണ് ഈ തിയറി വിവക്ഷിക്കുന്നത്. ഇതാണ് നമ്മൾ ട്രസ്റ്റിഷിപ്പ് തിയറി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു, സമയം കളയണ്ടെന്നുള്ളത് പെട്ടെന്ന് പോവുകയാണ്. അടുത്തത് പ്ലക്കാറ്റിക് തിയറി. ദ പ്ലക്കാറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് സജസ്റ്റ് ദാറ്റ് എംപ്ലോയേഴ്സ് പ്രൊവൈഡ് ലേബർ വെൽഫെയർ മെഷേഴ്സ് ടു അപ്പീസ് and mollify increasingly militant and demanding labor groups, thereby buying peace
ആൻഡ് പ്രിവെൻറ്റിംഗ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എംപ്ലോയേഴ്സ് ലേബർ വെൽഫെയർ അവർ നൽകുന്നത് എന്തിനാണ്? പിന്നെ മിലിറ്റൻ്റായ, അതായത് വളരെ എതിരായിട്ട് എംപ്ലോയീസിന് എതിരായിട്ട് വരുന്ന മിലിറ്റൻ്റായി വരുന്ന അവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതേപോലെ പല കാര്യങ്ങൾ ആവശ്യം, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, സാലറി കൂട്ടണം, അങ്ങോട്ടാക്കണം, അല്ലെങ്കിൽ ഇവിടെ ഈ ഫെസിലിറ്റി ഇല്ല, ആ ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിലിറ്റൻ്റായി വരുന്ന, ഇൻക്രീസിംഗ്ലി മിലിറ്റൻ്റായ ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു ഡിമാൻഡിങ് ലേബർ ഗ്രൂപ്പിനെ അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ തൽക്കാലം സമാശ്വസിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഉള്ള അതിനു വേണ്ടിയാണ് ലേബർ വെൽഫെയർ എംപ്ലോയേഴ്സ് നടത്തുന്നത്. അങ്ങനെ ചെയ്താൽ അവരെന്ത് ചെയ്യും? ദെയർബൈ ബൈയിങ് പീസ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പ്ലഗാറ്റിംഗ് തിയറി തുടരുകയാണ്. പ്ലഗാറ്റിംഗ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഈ മിലിറ്റൻ്റായ ടീമിനെ കമ്പനി ഇവരെ കൊണ്ട് ഇടങ്ങേറാവുകയാണെങ്കിൽ അവരെ ഇടങ്ങേറ് മാറ്റി കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഇതാണ് ഇപ്പോൾ ഉദ്ദേശം. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ചങ്ങായിമാർ ആകെ ഇടങ്ങേറാക്കും, കമ്പനി ഇട്ട് പൊളിച്ച് ഇരപ്പാക്കും. അങ്ങനെ ആക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ പുട്ടിൽ തേങ്ങട്ട് എടുക്കണം സഹായിക്കുക. അപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് സിൻസിയറൊന്നായിരിക്കില്ല, ഇൻസിൻസിയർ ആയിരിക്കും. ആത്മാർത്ഥമൊന്നും ഉണ്ടാവില്ല, ഞാൻ കൊടുക്കണമെന്ന് അവർക്കും ഉണ്ടാവില്ല, ഇവർക്ക് ഇങ്ങനെ ആവണമെന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഈ കമ്പനിയുടെ മോർ സീരിയസ് കോൺഫ്ലിക്ട്സ്, ഏറ്റവും വലിയ വളരെ മോശമായ ദാരുണാവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുക? അവസരോചിതമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ വെൽഫെയർ ഇട്ടുകൊടുക്കുക. ഇതാണ് പ്ലഗാറ്റിംഗ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പബ്ലിക് റിലേഷൻസ് തിയറി. ഈ തിയറി പറയുന്നത് നമ്മൾ aside that providing the welfare programs serves as a promotional tool for company. കമ്പനിയുടെ ഒരു പ്രൊമോഷണൽ ടൂളാണ് നമ്മൾ കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ അവർക്ക് ജോലിക്കാർക്ക് തൊഴിലാളികൾക്ക് ഓരോന്ന് ചെയ്യണത്. എയിമിംഗ് ടു ബിൽഡ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഗുഡ് വിൽ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെൻറ്റിനും വർക്കേഴ്സിനും ഇടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവരിങ്ങനെ കൊടുക്കുന്ന ഒരു പ്രൊമോഷണൽ ടൂളാണ് ഈ വെൽഫെയർസ്. ആൻഡ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ ജനറൽ പബ്ലിക്. ഇനി കമ്പനിയും ജനറൽ പബ്ലിക്കും, ഇതിലെ ആൾക്കാർ സൂപ്പറാകുമ്പോൾ ഓരോ ആൾക്കാരുടെ അടിയിലും നല്ല വർത്തിക്കും അല്ലേ? അപ്പോൾ അത്ര സൂപ്പർ ഒരാൾ വരുമ്പോൾ ഏത് കമ്പനി ഇതാ? അപ്പോൾ ഞാൻ SCL, അപ്പോൾ SCL സൂപ്പറാണല്ലോ. അപ്പോൾ ആ ലെവലിലേക്ക് ഇവർ ഉഷാറാവുമ്പോൾ കമ്പനീൻ്റെ ഉള്ളിൽ മാനേജ്മെൻറ്റും ഇവരും തമ്മിൽ ഉഷാറായി. പുറത്തും എന്തായി? പുറത്ത് പബ്ലിക് പീപ്പിളും ഇവരും തമ്മിൽ, കമ്പനി തമ്മിൽ ഉഷാറായി. അങ്ങനെയൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് ബൈ ഹൈലൈറ്റിംഗ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ പ്രൊജക്റ്റ് എ പോസിറ്റീവ് ഇമേജ്, ഇംപ്രൂവ് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ ആൻഡ് ഫോസ്റ്റർ ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്. നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അതിൻ്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, കമ്പനിയുടെ പ്രൊജക്റ്റുകൾക്കൊക്കെ വലിയ പോസിറ്റീവ് ഇമേജ് പുറത്ത് കാണിക്കാൻ വേണ്ടി, കമ്പനി വലിയ സംഭവമായിട്ട് പുറത്ത് അറിയിക്കാൻ വേണ്ടി, ഇതൊക്കെ ആയിരിക്കും സത്യത്തിൽ വെൽഫെയർ കൊണ്ട് ആസ് പെർ ദിസ് തിയറി, ദാറ്റ് മീൻസ് പബ്ലിക് റിലേഷൻ തിയറി ഉപയോഗിച്ച് വെൽഫെയർ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇതിനുള്ള ക്രിറ്റിസിസം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫങ്ഷണൽ തിയറി. ഫങ്ഷണൽ തിയറി പറയുന്നത് ലേബർ വെൽഫെയർ ഓൾസോ നോൺ ആസ്, ഈ തിയറി പ്രകാരം എഫിഷ്യൻസി തിയറി എന്നും പറയും. Posits that labor welfare facilities are provided to increase the efficiency and productivity of workers. വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി അതേപോലെ തന്നെ അവരുടെ ഈ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വെൽഫെയർ കൊടുക്കുന്നത്. അൾട്ടിമേറ്റ്ലി ബെനഫിറ്റിംഗ് ദ ഓർഗനൈസേഷൻ ത്രൂ ഹയർ ഔട്ട്പുട്ട്. അങ്ങനെ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ ഇവരെ എഫിഷ്യൻസി കൂടുമ്പോൾ, ഇവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെയും ഔട്ട്പുട്ട് കൂടൂലേ? അവർ സൂപ്പറാകുമ്പോൾ കമ്പനിയുടെ ഔട്ട്പുട്ട് കൂടും. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇൻ ദിസ് അപ്രോച്ച് വെൽഫെയർ വർക്ക് ഈസ് വ്യൂഡ് ആസ് എ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ വെൽഫെയറിനെ ഓരെന്ത് കാണിക്കും? നമ്മളുടെ തന്നെ സ്വത്തായിട്ട് കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. അപ്പോൾ വെൽഫെയർ, അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇടയ്ക്കിടയ്ക്ക് HR ട്രെയിനിങ് കൊടുക്കും. HR-ൻ്റെ ഭാഗത്ത് നിന്ന് വ്യത്യസ്ത ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്, ട്രെയിനിങ് നമുക്ക് 15,000 റുപ്യ പോയി ആ ട്രെയിനർക്ക് സാലറി കൊടുക്കാൻ, അയാൾക്ക് നമ്മൾ വേതനം കൊടുക്കാൻ ഒരു 15,000 റുപ്യ, അത് നഷ്ടമായിട്ട് കൂട്ടൂല. മറിച്ച് വി വിൽ കൗണ്ട് ഇറ്റ് ആസ് എ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഇവർ സൂപ്പറായാൽ നമ്മളുടെ ഔട്ട്പുട്ട് കൂടും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇംപ്രൂവിങ് ദ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ് ലീഡ്സ് ടു ബെറ്റർ വർക്ക് പെർഫോമൻസ്, റെഡ്യൂസ്ഡ് ആബ്സെൻറ്റീസം ആൻഡ് മോർ സ്റ്റേബിൾ വർക്ക് ഫോഴ്സ്. അങ്ങനെ ആകുമ്പോൾ ആബ്സെൻറ്റീസം കുറയും, അതേപോലെ തന്നെ വളരെ സ്റ്റേബിളായ വർക്ക് ഫോഴ്സ് വരും. അങ്ങനെ കമ്പനി സ്വാഭാവികമായിട്ട് ഇത് ചെയ്യലോടുകൂടെ കമ്പനിയുടെ ഔട്ട്പുട്ടും കമ്പനിയുടെ ഉഷാറും ഒന്നുകൂടി മെച്ചപ്പെടും എന്നാണ് ഇത് പറഞ്ഞത്. അപ്പം ഓരോ സ്വന്തമായ ഞങ്ങളുടെ ഒരു ഫങ്ഷൻ, അവരുടെ ധർമ്മപരമായ വെൽഫെയർ അവരുടെ ധർമ്മമാണ്, അവരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള നിലക്ക് അങ്ങനെ വെക്കാം നമുക്ക് എന്താ ഫങ്ഷണൽ തിയറി. ഇനി നമുക്ക് പറയാനുള്ളത് തിയറികൾ കഴിഞ്ഞു. ഇനി HR വെൽഫെയറിനെ കുറിച്ചാണ് പറയാനുള്ളത്. HR വെൽഫെയർ ഇനീഷ്യേറ്റീവ്സ് അല്ലേ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ വെൽഫെയർ ഇനീഷ്യേറ്റീവ്സ് എന്തെല്ലാമാണ്? ഹ്യൂമൻ റിസോഴ്സ് പിന്നെ ക്ഷേമം ആയിട്ട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സാണ് ചെയ്യുന്നത്? ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽനെസ് പ്രോഗ്രാംസ് അല്ലേ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ, മറ്റുള്ള കാര്യങ്ങൾ വെൽനെസ് ഓഫ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്, വർക്ക് ലൈഫ് ബാലൻസ്, ഫിനാൻഷ്യൽ വെൽഫെയർ, എംപ്ലോയി റെക്കഗ്നിഷൻ, കരിയർ ഗ്രോത്ത് അല്ലേ, HR കൊടുക്കുന്ന കാര്യങ്ങളാണ്. വർക്ക് പ്ലേസ് സേഫ്റ്റി ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വർക്ക് പ്ലേസിൽ സേഫ്റ്റിയും അവന് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയാണെങ്കിൽ ഹെൽമെറ്റ് ഇടാൻ പോകാൻ പാടില്ല, സേഫ്റ്റി ഷൂ ഇടാൻ പാടില്ല, ഫൈൻ ഉണ്ടാവും എനിക്ക്. അതിന് തന്നെ ഈ ഇത്ര പൈസ ഉള്ള സാധനം എനിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ആ ഏരിയക്ക് ആവശ്യമായിട്ടുള്ള അവനിക്ക് ആവശ്യമായ സാധനങ്ങളിലൊക്കെ. അതേപോലെ CSR വർക്ക് പ്ലേസ് സേഫ്റ്റി, CSR ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പിന്നെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി, ഇൻക്ലൂസീവ് സപ്പോർട്ടീവ് കൾച്ചർ അല്ലേ, എല്ലാ സപ്പോർട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതായ ഒരു കൾച്ചർ. ഇങ്ങനെയാണ് നമ്മളെ HR വെൽഫെയർ ഇനീഷ്യേറ്റീവ്സ്. ഇനി സോഷ്യൽ സെക്യൂരിറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഇൽനെസ്സിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക, അസുഖങ്ങൾക്കെതിരെ ഡിസബിലിറ്റിക്കെതിരെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റിനെതിരെ ഓൾഡ് ഏജ് ആ സമയത്ത് അവരെ സഹായിക്കുക, ഡെത്തിനെ തുടർന്നുള്ള അതിനൊക്കെയുള്ള സെക്യൂരിറ്റികൾ കൊടുക്കുക. വെറുതെ ഒരാളെ മരിച്ചു പോകാൻ പാടില്ല, മീൻസ് അതിനുള്ള സുരക്ഷിതത്വം. മരിക്കുക എന്ന് പറഞ്ഞ സമയവും മരിക്കും, അതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാസാർഡസ് കണ്ടീഷനിലോടത്താണെങ്കിൽ അവിടെ പോയി കുയ്യിലുണ്ട്, കുയ്യിൽ വീഴാൻ പാടില്ല, അതിനുള്ള കാര്യങ്ങൾ സംഗതികൾ. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് EPF, ESI, പെൻഷൻ, ഹെൽത്ത് സ്കീംസ് ഇതൊക്കെ ഒന്നുകൂടി കുറച്ച് പറഞ്ഞു, ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും. എന്താണ് സോഷ്യൽ സെക്യൂരിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഒന്ന് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെ, പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം, റിസ്ക് പ്രൊട്ടക്ഷൻ വേണം, പോവർട്ടി റെഡ്യൂസ് ചെയ്യണം, മിനിമം ലിവിങ് സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തണം, അട്രാക്ട് ആൻഡ് റിറ്റെയിൻ സ്കിൽഡ് ലേബേഴ്സിനെ റീറ്റെയിൻ ചെയ്യണം, അവിടെ നിലനിർത്തണം. നമ്മൾ എത്രയോ വലിയ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി വലിയൊരാളെ പിടിച്ചു വിടുന്നു, ഓൻ പിറ്റത്തെ മാസം തന്നെ ഒഴിഞ്ഞു പോയി. ദാറ്റ്സ് എ ലോസ്, ഗ്രേറ്റ് ലോസ് ഫോർ യുവർ കമ്പനി അല്ലേ. അപ്പോൾ അവർ നിലനിർത്തണം ആൻഡ് റീറ്റെയിൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അത്. അതേപോലെ തന്നെ അട്രാക്ട്, വലിയ വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ അവരൊക്കെ നമുക്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയണം. അതൊക്കെയാണ് പിന്നെ സോഷ്യൽ സെക്യൂരിറ്റീൻ്റെ സ്കോപ്പ് ഒബ്ജക്റ്റീവ് പറയുന്നത്. സ്കോപ്പ് പറയുകയാണെങ്കിൽ സോഷ്യൽ ഇൻഷുറൻസ് നമ്മൾ കൊടുക്കും അല്ലേ, ESI, PF, പെൻഷൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. സോഷ്യൽ അസിസ്റ്റൻസ്, സാമൂഹിക സഹായങ്ങൾ, പെൻഷൻസ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. പബ്ലിക് വെൽഫെയർ പ്രോഗ്രാംസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള സംഗതികൾ. പ്രൊട്ടക്ഷൻ ഫോർ അൺഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് ശരിക്കും ഓർഗനൈസ്ഡ് ആയിട്ടില്ല, ചെറിയ തൊഴിലാളികൾക്ക് ഇപ്പം ഉണ്ട്, പക്ഷേ ചെറിയ ടീം അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. നിലക്ക് അവർക്ക് കമ്പനികളില്ല അങ്ങനെയുള്ള ടീമിലൊക്കെ. ഈ ILO അതിൻ്റെ അടി ഞാൻ പറഞ്ഞതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ടെടുത്താണ്. CSR നമ്മൾ പ്രതിപാദിച്ചു, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് കോർപ്പറേറ്റ് മീൻസ് തന്നെ കമ്പനികളുടെ സാമൂഹിക റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ബോത്ത് റെഫേഴ്സ് ടു എ കമ്പനീസ് കമ്മിറ്റ്മെൻറ്റ് ടു ഓപ്പറേറ്റിംഗ് ഇൻ ആൻ എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ വേ കൺസിഡറിങ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ആ നിലക്കൊക്കെ എന്ത് ചെയ്യണം, ഇവരെ സഹായിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിലുള്ള ചെറിയ ഒരു 1-2 പോയിന്റ് ഞാൻ വിട്ടുപോയി. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ തിയറി പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്, അത് നിങ്ങളതിൻ്റെ ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന സാധനം, അത് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പറയാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് മീ, താങ്ക് യു ഫോർ വാച്ചിങ് മീ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു, നന്ദി. അസ്സലാമു അലൈക്കും.